ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാറിൽ നിന്നും മഹാമണ്ഡലിയായി മാറിയ മമത കുൽക്കർണിയുടെ മേലുള്ള കുറ്റാരോപണം ഇവരൊരു ഡ്രാമ ക്യൂൻ ആണ് എന്നുള്ളതാണ്. ഞാൻ താങ്കളെ മമത എന്ന് വിളിക്കണോ അതോ യമായി നന്ദഗിരി എന്ന് വിളിക്കണോ? പക്ഷെ ജനങ്ങൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ രൂപം, കാഷായ വസ്ത്രം, സന്യാസിനി രൂപം, ഈ രുദ്രാക്ഷം, ഇതെല്ലാം ഒരു റോൾ, ആക്ടിംഗ്, ഡ്രാമയാണ്, കുറച്ചു നാളെ ഉണ്ടാകുള്ളൂ എന്ന് പറയുന്നു. ഒരു പക്ഷേ ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമാണെങ്കിൽ, നിങ്ങൾ ആക്ച്വലി ആദ്യം പറഞ്ഞത് എൻ്റെ 12 വർഷത്തെ തപസ്സെന്നാണ്. ഇത് 23 വർഷത്തെ തപസ്സാണ്. 23 വർഷമായിട്ട് എന്നെ കാണുന്നില്ലായിരുന്നു. ഞാൻ 2000 തൊട്ട് 2012 വരെ കഠിന തപസ്സിലായിരുന്നു. വളരെ കഠിന തപസ്സിൽ. സാധാരണ പറയുന്നത് മഹാമണ്ഡലേശ്വറിൽ ആർക്കും ഇരിക്കാൻ കഴിയില്ലെന്നാണ്. അങ്ങനെ ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കുമെന്ന്. എനിക്ക് ഈ കാഷായ വസ്ത്രമൊന്നും വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല ആദ്യം. ഞാനങ്ങനെ ഒന്നിലും അടങ്ങിയിരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരാളല്ല. ബിക്കോസ് ഞാനൊരു തെറ്റ് ചെയ്തതുപോലെയൊന്നും എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇത് ഒഫീഷ്യലി എനിക്ക് മഹാശക്തി, മഹാകാളി, പിന്നെ മഹാകുംഭിൽ കിട്ടിയതാണ്. പിന്നെ മഹാകാലിൻ്റെ ഭൂമി. പിന്നെ ഞാൻ മഹാകാളിക്ക് എത്ര പൂജ ചെയ്തു, വീണ്ടും തപസ് ചെയ്തു. ചില സമയങ്ങളിലൊക്കെ എനിക്ക് വല്ലാത്ത ഭയമായിരുന്നു, പ്രചണ്ഡ ചണ്ഡി എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുമോ എന്ന്. വലിയൊരു വിമർശനം നടന്നിരിക്കുന്നത് താങ്കളെ മഹാമണ്ഡലേശ്വരാക്കിയതാണ്, അതും വികലാംഗ സമൂഹത്തിന്. താങ്കൾ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ എങ്ങനെയാണ്? ഞങ്ങളുടെ മഹാമണ്ഡലേശ്വർ ഡോക്ടർ ആചാര്യ ലക്ഷ്മി നാരായണ ത്രിപാഠി അവർകൾ, അദ്ദേഹം ഒരു ആചാര്യനാണ്. എനിക്കങ്ങനെ ഒരു ആഗ്രഹങ്ങളും ഇല്ല. ഞാൻ അങ്ങനെ ഒരു പദവിയിൽ തന്നെ ഉണ്ടാവണം എന്നൊന്നും ആഗ്രഹിച്ച ഒരാളല്ല. അതൊരുമാതിരി ട്രാപ്ഡ് പോലാവും. ഞാൻ പ്രചണ്ഡ ചണ്ഡിയുടെ അർത്ഥസ്വരൂപമാണ്. പിന്നെ കുറച്ച് നാളുകളായിട്ട് ആൾക്കാർ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അവിടെയുള്ള ജഗദ്ഗുരു, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ പേര് വരാൻ പാടില്ല. അദ്ദേഹവും നിങ്ങളെപ്പോലെ എന്നെ കളിയാക്കി സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്നാനം ചെയ്യാനാണ്. പിന്നെ ഉച്ചവരെ ആ ജോലിക്കുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. ഞാൻ മഹാമണ്ഡലേശ്വരായി, എനിക്ക് രഥം ഉണ്ടാവും, അതിൻ്റെ കൂടെ കൊടയുണ്ടാവും, പിന്നെ സ്റ്റിക്കുണ്ട്, അതിനെന്താ പറയുന്നത്, വടി. അതിനുള്ള ഏർപ്പാടുകളൊന്നും തന്നെ നടന്നില്ല. അതിനുശേഷം എല്ലാവരും പോയി. എല്ലാ മഹാമണ്ഡലേശ്വർമാരും അവരുടെ രഥങ്ങളിൽ 12 മണിക്ക് സ്നാനം നടത്താനായി പുറപ്പെട്ടു. അതിനുശേഷം ഞാൻ 23 വർഷം തപസ് ചെയ്താണ്, എന്നിട്ടും അവരെന്നെ പുറകിലാക്കിയിട്ട് പോയി. എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വിവാദങ്ങളിലുള്ള ആളല്ലേ, നിങ്ങൾ പോയിക്കോളൂ എന്ന്. പക്ഷെ എനിക്കുള്ളിലുള്ള, ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ, പ്രചണ്ഡ ചണ്ഡിയുടെ പരാശക്തി വിത്മഹേ ആദ്യാശക്തി സദാശിവായ ധീമഹി തന്നോ സജ്ജോതായ വാമരുദ്രായ പ്രചോദയ. സോ പ്രചണ്ഡ ചണ്ഡിയുടെ ഐശ്വര്യ സ്വരൂപത്തിലാണിരുന്നത്. അതില് 64 ഉത്തരങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ഉള്ളിൽ 23 വർഷമായി ആ ഉത്തരങ്ങളെ ഉണർത്തിവെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പുറകിലിരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവരോട് പൊയ്ക്കോളാൻ പറഞ്ഞു. എനിക്കിത്ര മാത്രമേ ദുഃഖമുണ്ടായിരുന്നുള്ളൂ. ഇത് വെറും അഹങ്കാരമാണ്. എന്തിൻ്റെ അഹങ്കാരമാണിതൊക്കെ? രഥമുണ്ട്, കൊടയുണ്ട്, വടിയുണ്ട്, അമൃതമുണ്ട്, പക്ഷെ സ്നാനം നിന്നുപോയില്ലേ. പിന്നെ ഞാൻ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. എല്ലാവരും അവിടെ നിന്നു രഥത്തിനായി, സ്നാനത്തിനായി. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ അവിടെ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വരുന്നു, നിങ്ങൾ മഹാഗൗരിയാണ്, മഹാകാളിയാണെന്ന്. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ സ്നാനം തന്നെ നിന്നുപോയത്രേ. എല്ലാ രഥവും അവിടെ നിന്നുപോയത്രേ. അവിടെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചു. അവർ പറയാണ്, അവരവിടുന്ന് 10 കിലോമീറ്റർ നടന്നു വരികയാണത്രേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മഹാകാളിയാണ്. ഏത് നദിയിലാണ് നിങ്ങൾ സ്നാനം ചെയ്യാൻ പോകുന്നത്? അത് ഞാൻ തന്നെയാണ്. നിങ്ങൾ എങ്ങനെ എന്നെ വിട്ടുപോകാം? ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ 4 മണിക്ക് എഴുന്നേറ്റു, എന്നിട്ടും എൻ്റെ സ്നാനം നടന്നില്ല. അറ്റ്ലീസ്റ്റ് എനിക്കൊരു ചായയെങ്കിലും കിട്ടുമെന്ന് ഞാൻ ചോദിച്ചു. അവരെന്നോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ചായക്കാരൻ പോലും സ്നാനം ചെയ്യാൻ പോയിരിക്കുകയെന്ന്. അപ്പോൾ പ്രച്ഛന്ന ചണ്ഡിക്ക് നല്ല ദേഷ്യം വന്നു. അങ്ങനെ ഒരുപാട് ശരീരങ്ങൾ വരെ വീഴാൻ തുടങ്ങി.
അതൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ചായക്കാരൻ, അടിച്ചുതളിക്കാരൻ, അവർക്കൊക്കെ സ്നാനം ചെയ്യാൻ പറ്റുന്നു. അത്രയും വലിയ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? 23 വർഷമായി എല്ലാം വിട്ടിട്ട് ഒറ്റയ്ക്കിരുന്ന് ധ്യാനം ചെയ്ത ആളാണ് ഞാൻ. ശരി, ഇനി എനിക്ക് സ്നാനം ചെയ്യാൻ അർഹതയില്ലെങ്കിൽ അത് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലായിരുന്നു തോന്നുന്നു. അല്ല, എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, താങ്കൾ മഹാമണ്ഡലേശ്വറായത് താങ്കളെ ആരാണോ മഹാമണ്ഡലേശ്വർ ആക്കിയത് അവർക്കെതിരായിട്ട് ഇപ്പോൾ ഒരു എൻക്വയറി സ്റ്റാർട്ടായിരിക്കുകയാണ്. സാരമില്ല, ഇന്ന് തന്നെ മനസ്സിലായല്ലോ ഇതൊക്കെ ആരാണ് തുടങ്ങി വെച്ചതെന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, എനിക്ക് അഭിഷേകം നടന്ന അന്ന് തന്നെ എന്നെ ശാസ്ത്രയ്ക്കായിട്ട് വിളിക്കൂ പ്ലീസ് എന്ന്. പക്ഷെ ആരും എന്നെ ശാസ്ത്രയ്ക്ക് വിളിക്കാനേ താല്പര്യപ്പെട്ടില്ല. ബാബാ രാംദേവ് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇവർ കണ്ടവരെയെല്ലാം മഹാമണ്ഡലേശ്വർ ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഞാനിപ്പോ അവരെക്കുറിച്ച് എന്ത് പറയാനാ? അവർ മഹാകാളിക്ക് ഭയപ്പെട്ട് തന്നെ ആകണം. അത്രേ ഉള്ളൂ. ഞാനിതൊക്കെ അവിടെ തന്നെ വിട്ടുകഴിഞ്ഞു. എല്ലാം ഞാനൊന്നും ചെയ്യില്ല, എല്ലാം അവിടെ വിട്ടുകഴിഞ്ഞു ഞാൻ. പിന്നെ ബാബാ ബാഗേശ്വർ, അദ്ദേഹത്തിനൊപ്പം ഹനുമാനുണ്ട്. നോക്കൂ, ബാബാ ബാഗേശ്വർ എന്താ പറഞ്ഞെന്ന് വെച്ചാ, മഹാമണ്ഡലേശ്വർ ആകാൻ വേണ്ടി 50 വർഷം തപസ്സിരിക്കേണ്ടി വരും. ഇതുവരെ എനിക്കേ സാധിച്ചിട്ടില്ല, അവർക്ക് എങ്ങനെ സാധിച്ചെന്ന് ചോദിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ, നാപ്പി നരേന്ദ്രശാസ്ത്രി, അദ്ദേഹത്തിന്റെ പ്രായം 25ആണ്. അത്രയും വർഷം ഞാൻ തപസ് ചെയ്തിരുന്നു. പിന്നെ അദ്ദേഹം ആരാധിക്കുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഹനുമാൻജിയാണ്. എന്റെ ഈ 23 വർഷത്തെ തപസ്സിൽ 2 പ്രാവശ്യം പ്രത്യേക സ്വരൂപത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവേണ്ടി വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ഗുരു രാം ഭദ്രാചാര്യ അവർകൾ, ഞാനിപ്പോ ആ ധീരേന്ദ്രശാസ്ത്രി അവർകളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത്, നിങ്ങളുടെ ഗുരു, അദ്ദേഹത്തിന്റെ കയ്യിലൊരു ദിവ്യദൃഷ്ടിയുണ്ട്. അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്കൂ ഞാൻ ആരാണെന്ന്. പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. പക്ഷേ വികലാംഗ സമൂഹം ഇത് അംഗീകരിക്കുന്നില്ല. കാരണം അവരുടെ സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി തീർച്ചയായും ഈ സ്ഥാനത്തിൽ വരാമായിരുന്നു, അതായത് മഹാമണ്ഡലേശ്വറായിട്ട്. ആക്ച്വലി അവരുടെ മഹാമണ്ഡലേശ്വർ ആചാര്യ ലക്ഷ്മി നാരായണ ത്രിപാഠി അവർകൾ, അദ്ദേഹം തന്നെ എന്നെ വെൽക്കം ചെയ്തതാണ്. ആ സമയം ഞാനിതിന് തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തെ 2 പ്രാവശ്യം ഞാൻ കണ്ടു. ലക്ഷ്മൺ ത്രിപാഠിജിക്ക് ഇപ്പൊ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. എന്തിനാണ് മമത കുൽക്കർണിയെ മഹാമണ്ഡലേശ്വറാക്കിയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ എന്നെ മഹാമണ്ഡലേശ്വർ ആക്കിയതിന് ആർക്കൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവർക്കൊക്കെ അറിയാം ഞാൻ എന്തൊക്കെ ത്യാഗങ്ങൾ ചെയ്തു. ആരൊക്കെയാണോ സന്യാസികളാകുന്നത്, സാധുക്കളാകുന്നത്, മഹാമണ്ഡലേശ്വറ മാറുന്നത്, അവരെല്ലാവരും വേദങ്ങൾ പഠിച്ചവരാണ്, ശാസ്ത്രങ്ങൾ പഠിച്ചവരാണ്, ആത്മീയ രീതികൾ മനസ്സിലാക്കിയവരാണ്. പക്ഷേ താങ്കളെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നത്. ചില സമയങ്ങളിലൊക്കെ ഞാൻ എന്നെ തന്നെ റിവേഴ്സായി വരെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്റെ ശരിക്കുള്ള ജ്ഞാനം ആരും അറിയരുതെന്ന്. എന്താ വെച്ചാൽ, ശരിക്കും നമ്മുടെ ജ്ഞാനം പുറത്ത് കാണിക്കാനേ പാടില്ല. അഹങ്കാരം അധികമാകും. പക്ഷെ നിങ്ങളിപ്പോ വേദങ്ങളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മന്ത്രങ്ങൾ പോലും ഉച്ചരിച്ചില്ല. ഞാനിപ്പോ കാണിച്ചു തരാം, ഇവിടെ തന്നെ കാണിച്ചു തരാം. അപ്പോ ഏതാണ് സത്യം ഏതാണ് കള്ളവും നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവും. പിന്നെ ഇത് ഋഗ്വേദ മന്ത്രമാണ്. अग्निम ईले पुरोहितम यज्ञस्य देव मृत्विकम होतारम रत्नधातामाम अग्निम ए पूर्ववी ऋषिभिरीड्यो नूतने ऋतास देवाय वक्षति उपता अग्ने उपत्वाम अग्ने दिवे दिवे दोषावस्थादिय वयम नमो भरंत एमसि अग्नेयम यज्ञम धर्म विश्वस्ता परिभूषिसि इदवेषु गच्छति. ഇത് ഋഗ്വേദം യജുർക്ക. ഇപ്പൊ ഞാനും എന്റെ ജോലി നോക്കണ്ടേ? ശരിക്കും വിഷയം എന്താണെന്ന് വെച്ചാൽ, നിങ്ങള് ഗണപതിയെ ക്ഷണിച്ചു, ആദിശക്തിയെ ക്ഷണിച്ചു, ബ്രഹ്മാവും ഉണ്ടാവണം, നാരായണനും ഉണ്ടാവണം. कर्मण्येवाधिकारस्ते मा फलेषु कदाचन मा कर्मफल हेतुर्भुर्माते संगोस्त्व कर्मणे. आत्मा तो हम गिरजामति सचरा प्राणम तम श्रीरागृहम पूजा ते विश्व भोग रचना निद्रा समाधि स्थिति संचारा पदयो प्रदक्षिणा विधि स्तोत्राणि सर्वागिरि यद्यत कर्म करोनि तद अखिलम शंभो तवाराधनम. कर चरण कृतम वा कायजम कर्मजम वा श्रवणनयनजम वा मानसम वा अपराधम विहितम वा सर्वे देव क्षमस्व. जय जय करुणावे श्री महादेव शंभो. ओम शांति 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 शांति. ഇപ്പോൾ താങ്കൾ ശാന്തയായെങ്കിൽ ഞാനൊന്ന്, ബ്രഹ്മാവ് കഴിഞ്ഞു, നാരായണൻ കഴിഞ്ഞു, ശിവൻ കഴിഞ്ഞു. ഇടയ്ക്ക് ഞാൻ അങ്ങനെ തന്നെ 2-3 ചോദ്യങ്ങളും ചോദിച്ചേക്കാം. പക്ഷെ ഇതുവരെ ലക്ഷ്മിയുടെ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം സരസ്വതിയുണ്ട്. പ്ലീസ്. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, താങ്കൾ വളരെ നന്നായിട്ട് പറഞ്ഞു. ഇത് സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യമാണ്.
അതായത് ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നത്. ഞാനിപ്പോൾ എത്ര മന്ത്രങ്ങൾ ഉച്ചരിച്ചു, ഇതിനും ബ്രഹ്മവിദ്യയും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് നിങ്ങൾ പണ്ഡിതന്മാരാകണമെങ്കിൽ, ആചാര്യന്മാരാകണമെങ്കിൽ, അല്ലെങ്കിൽ മഹാകാലാകണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അപ്പോൾ ഈ മന്ത്രങ്ങളുടെ ആവശ്യം വരും, ഋഗ്വേദത്തിന്റെ ആവശ്യം വരും. ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കണം. ഇത് പണ്ഡിതന്മാരുടെ നിത്യത്തൊഴിൽ അഭ്യാസമാണ്. ഇതിന് ബ്രഹ്മവിദ്യ എന്ന് പറയും. അതെല്ലാ ശബ്ദങ്ങളെയും ശാന്തമാക്കിയതിനു ശേഷം ധ്യാനം നടക്കും, അഷ്ടാംഗ യോഗം നടക്കും. അതിലൂടെ നമുക്ക് ബ്രഹ്മവിദ്യയെ സമീപിക്കാൻ കഴിയൂ. അതിനുവേണ്ടി നമ്മൾ ധ്യാനം ചെയ്യണം. നമ്മൾ തപസ് ചെയ്തു തന്നെ ആകണം. നമ്മൾ വളരെ കഠിന തപസ് ചെയ്തു തന്നെ ആകണം. അപ്പോഴേ നമുക്കത് നിറവേറ്റാൻ കഴിയുള്ളൂ. അതിന് ഞങ്ങൾ കുണ്ടലിനി ശക്തി യോഗ എന്ന് പറയും. ഇതിന് കുണ്ടലിനി ശക്തി എന്ന് പറയും, മൂലധാര ചക്രം എന്ന് പറയും. അതിന്റെ വാക്കുകളും ആ മന്ത്രവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. താങ്കൾക്ക് ജ്ഞാനം ലഭിച്ചത് വികലാംഗ സമൂഹം ഒരിക്കലും അംഗീകരിക്കില്ല. തീർച്ചയായും അവിടെ ഒരു മാ മണ്ഡലേശ്വർ ഉണ്ട്, ഹേമാങ്കി. പറയൂ. അവരെന്താണ് പറയുന്നത് വെച്ചാൽ 10 കോടി രൂപ കൊടുത്താണ് താങ്കൾ മാ മണ്ഡലേശ്വർ ആയതെന്ന്. എന്റെ കയ്യിൽ 10 കോടിയൊന്നുമില്ല, 1 കോടി രൂപ പോലും ഇല്ല. എന്റെ ബാങ്ക് അക്കൗണ്ട് സീൽ ചെയ്തു ഗവൺമെന്റ്. എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എന്റെ ജീവിതം ഈ കണ്ണുനീരൊന്നും ചുമ്മാ വരുന്നതല്ല. ഞാൻ എന്തുമാത്രം ത്യാഗം ചെയ്തിട്ടുണ്ടെന്നറിയോ, എത്ര കാര്യങ്ങൾ. ഇപ്പൊ എന്റെ ബാങ്ക് അക്കൗണ്ട് സീലായി, എല്ലാം സീലായി. എന്റെ കയ്യില് പൈസയൊന്നുമില്ല. ഞാനിപ്പോ കടം വാങ്ങിച്ചിട്ടാണ്, അതായത് ഒരു 2 ലക്ഷം രൂപ. ഗുരുവിന് ദക്ഷിണ കൊടുക്കാനായി 2 ലക്ഷം രൂപ. അപ്പോ താങ്കൾ പറഞ്ഞു വരുന്നത് താങ്കളുടെ ഉള്ളിൽ കാളിയുടെ ശക്തിയുണ്ട്, അതുകൊണ്ടാണ് രഥമെല്ലാം നിന്നുപോയെന്ന് ആ മഹാകുംഭമേളയിൽ. ഞാനതിന്റെ സ്വരൂപമാണ്. അപ്പൊ ഫ്രീസായ അക്കൗണ്ട് ഓപ്പൺ ചെയ്യൂ. നോക്കൂ, ഞാൻ ഇങ്ങോട്ട് 12 വർഷം വന്നില്ല. ഈ ഇന്ത്യയുടെ മണ്ണിലേക്ക് 23 വർഷം ഞാൻ കാലെടുത്ത് വെച്ചിട്ടില്ല. കാരണം ഞാൻ ആ സങ്കല്പ ശക്തിയിലായിരുന്നു. ആരാണോ എൻ്റെ മേൽ കുറ്റം ചുമത്തിയത്, ആ ആരോപണം കോടതി തന്നെ വേണ്ടാന്ന് വെക്കണം. അത് കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനൊരു കേസേ ഇല്ല. എൻ്റെ മമത കുൽക്കർണി എന്ന പേര് അത് പബ്ലിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ കേസിൽ പെടുത്തിയത് പോലും. CBI ആണെങ്കിലും ശരി, അവരാണെങ്കിലും ശരി, നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഓഫീസർ എന്തിനാണ് എൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിച്ചതെന്ന്. അയാൾക്ക് ബോംബെയിൽ കമ്മീഷണർ ആകണമായിരുന്നു, അതിനുവേണ്ടിയാണ് എൻ്റെ പേര് വലിച്ചഴിച്ചത്. ഇപ്പം ആ കേസ് സുപ്രീം കോർട്ടും ഹൈക്കോർട്ടും എല്ലാം വലിച്ചെറിഞ്ഞു. എൻ്റെ തീരുമാനം ഇതായിരുന്നു, കേസ് തീരാത്തിടത്തോളം ഞാൻ ഈ ഇന്ത്യൻ മണ്ണിൽ കാലെടുത്ത് വയ്ക്കാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇതിൽ പരം എന്താണ് വേണ്ടത്? ആരാണോ എൻ്റെ മേൽ പഴി ചുമത്തിയത് അവരെ ആദ്യം തന്നെ കമ്മീഷണർ പോസ്റ്റീന്ന് അപമാനിച്ച് പുറത്തിറക്കിക്കളഞ്ഞു. ഇന്ന് ഞാൻ കുറ്റങ്ങൾ ആരോപിക്കുകയാണ്, എനിക്കൊന്നും സംഭവിക്കില്ലല്ലോ. എനിക്കറിയാവുന്നത് വരെ ഇപ്പൊ ഞാൻ ഇരുന്നിടത്ത്, അതായത് ഞാൻ എവിടെയായിരുന്നു, അവിടെ കുംഭമേളയിൽ, അവിടെ ജഗദ്ഗുരു ഉണ്ടായിരുന്നു, പാച്ചി മഹാമണ്ഡലേശ്വർ. ആ രഥങ്ങളെല്ലാം വന്ന് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, അമ്മേ നിങ്ങൾ പരിപൂർണമാതായാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പരിപൂർണമാതാവല്ല, ഇപ്പോഴും ഞാനൊരു ശിഷ്യ മാത്രമാണെന്ന്. എന്തുകൊണ്ടെന്നാൽ പരിപൂർണമെന്നാൽ ഈശ്വരൻ മാത്രമാണ്. അങ്ങ് എന്നെ പരിപൂർണമെന്ന് പറഞ്ഞു. എനിക്ക് പക്ഷെ ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. നോക്കൂ, പലരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താങ്കളുടെ ഈ രൂപം ഉണ്ടല്ലോ, ഇത് കുറച്ചു നാളത്തേക്ക് മാത്രമാണ്. താങ്കൾ വീണ്ടും അഭിനയിക്കാൻ വേണ്ടി പോകുമെന്ന്. താങ്കൾക്ക് നല്ല പബ്ലിസിറ്റിയും പുകഴും കിട്ടിയതിന് ശേഷം. നോക്കൂ, കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ എത്ര പേരെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അവരെല്ലാം 2-3 വർഷങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബ്രഹ്മവിദ്യയോ ധ്യാനമോ ഒന്നും അവർ ചെയ്തിട്ടുണ്ടാവില്ല. വിനോദ് ഖന്നയുടെ പേര് ലോകത്തിൽ എല്ലാവർക്കും അറിയാം. അദ്ദേഹവും സന്യാസിയായി മാറി പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വന്നു. നോക്കൂ, മറ്റൊരു കാര്യം, ആർക്കാണോ പരിപൂർണ ജ്ഞാനമുള്ളത് അവർക്കൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇതെങ്ങനെയെന്ന് വെച്ചാൽ, ഒരു പാല് പോലെ, പാല് കാച്ചി അത് നമ്മൾ നെയ്യാക്കി മാറ്റില്ലേ, അതുപോലെ നെയ്യൊരിക്കലും തിരിച്ചു പാലാവില്ലല്ലോ. അതൊരിക്കലും നമുക്ക് മാറ്റാൻ കഴിയില്ല. പിന്നെ ഇപ്പൊ 23 വർഷം കൊണ്ട് ഞാൻ നെയ്യായി കഴിഞ്ഞു. 2-3 വർഷം കൊണ്ട് വെറും ആഡംബരം മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷെ തിരിച്ചു വന്നിരിക്കും. കാരണം ബ്രഹ്മവിദ്യയുണ്ട്. ഇത് സത്യമാണ്, തമാശയല്ല. ഇപ്പൊ ഞാൻ അവിടെ കണ്ടു, എന്നെ കണ്ടിട്ട് പലരും ഇതിലേക്ക് വരുന്നത്, അത് ഞാൻ കാണുന്നുണ്ട്. അതുപോലെ നിറയെ പേര് ഈ കാഷായ വസ്ത്രത്തിൽ വരുന്നതും ഞാൻ കാണുന്നുണ്ട്. അവർക്കിത് 2 ദിവസത്തെ ആഡംബരമാണ്, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ.
ഞാൻ 23 വർഷം എന്ത് ചെയ്തു എന്ന് അവർക്കറിയില്ലല്ലോ. ഞാൻ ഇന്ന് ഈ സ്ഥാനത്തേക്ക് എങ്ങനെ വന്നു എന്നും അവർക്കറിയില്ലല്ലോ. 3 മാസങ്ങൾ ഞാൻ ആഹാരം കഴിക്കാതെ ഇരുന്നിട്ടുണ്ട്. അതുപോലെ ഞാൻ ഹഠയോഗ വളരെ കാലങ്ങൾ ചെയ്തിട്ട് ഞാൻ ആദിപരാശക്തിയെപ്പോലും എൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്, അറിയോ? ഞാൻ എന്നിട്ട് ആദിശക്തിയോട് പറഞ്ഞു, നീ എൻ്റെ മുന്നിൽ വരുന്നത് വരെ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന്. എൻ്റെ തപസ്സിന്റെ 12-ാം ദിവസം ഞാൻ 5 ദിവസം വെള്ളം പോലും കുടിച്ചില്ല. 15 ദിവസം കഴിഞ്ഞ് ഭഗവതിയുടെ സാക്ഷാത്കാരം എൻ്റെ മുന്നിലുണ്ടായി. അതിനുശേഷമാണ് ഞാൻ ആഹാരം കഴിച്ചത്. പക്ഷേ താങ്കളാണ് ഒരു നിമിഷം ഇന്ത്യയിലെ വെയിറ്റ് ചെയ്യൂ. ആദ്യത്തെ നിങ്ങൾ സ്ത്രീ. ആദ്യം എന്നോടൊരു ചോദ്യം ചോദിച്ചില്ലേ? പറയൂ. എന്റെ ബാങ്ക് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ദൈവം എനിക്ക് തുറന്നു തരാത്തതെന്ന് ചോദിച്ചില്ലേ? ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ഇരുന്നാല്, അതും ഞാൻ ഭഗവാന്റെ മുൻപില് എന്റെ പ്രച്ഛന്ന ചണ്ടിയെ ഞാൻ തുറന്നു വിട്ടു. അതാണ് ഞാൻ ചെയ്തത്. ഒരുപക്ഷെ എനിക്ക് അതിനോട് ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ബോളിവുഡ് വിട്ടിരിക്കാൻ പാടില്ലായിരുന്നല്ലോ. 25 വർഷം ഞാൻ വന്ന് നോക്കിയിട്ട് കൂടിയില്ല. എനിക്ക് 3 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അതൊക്കെ വെറുതെ നശിച്ചുപോയി. കാരണം 25 വർഷം അത് തുറക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. അതിന്റെ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അതിന്റെ മതിലുകൾ മുഴുവൻ ചെതലരിച്ചു. ഞാൻ ഇതുവരെ ഉള്ളിൽ പോയില്ല, പക്ഷെ പുറത്തുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ ആർക്ക് ചെയ്യാൻ പറ്റും? ഒരുപക്ഷെ എനിക്ക് ബോളിവുഡിനോട് ഇത്ര ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 3 അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അത് മുഴുവനും തന്നെ ഇപ്പോ ചെതലരിച്ചിരിക്കുകയാണ്. ഞാൻ ജീവിതത്തില് അതിനൊന്നും ഒരു പ്രാധാന്യം തന്നെ കൊടുത്തിട്ടില്ല. ഞാനും അത് തന്നെയാണ് ചോദിക്കാൻ വരുന്നത്. താങ്കൾക്ക് ഇത്രത്തോളം ഞാൻ ശക്തി എന്തിനു ഉണ്ടെങ്കിൽ, ഇതൊക്കെ ചോദിക്കണം? അതായത് ഇത്രത്തോളം ശക്തി ഉണ്ടെങ്കിൽ ഇല്ല. ആ അപ്പാർട്ട്മെന്റ് എങ്ങനെ ഉപയോഗശൂന്യമായി? അല്ലല്ല, അത് അങ്ങനെയല്ല. അങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ. നോക്കൂ, ഒരു യോഗിക്ക് സ്വന്തം വീട്, ആസ്തി, അങ്ങനെ ഒരു ചിന്തയുണ്ടാവില്ല ഒരിക്കലും. എനിക്ക് കുടിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. താങ്കളല്ലേ ആ വീട് ഉപയോഗശൂന്യമായെന്ന് പറഞ്ഞത്, ഞാനല്ലല്ലോ. അല്ലല്ല, ഞാൻ നിങ്ങളോട് എന്താ പറയുന്നെന്ന് വെച്ചാല്, നിങ്ങൾ പറഞ്ഞില്ലേ ചണ്ടിയോട് കതക് തുറക്കാൻ പറഞ്ഞാൽ തുറക്കുന്ന്. ഞാൻ അങ്ങനെ ഒരു വിഷയത്തിന് പ്രാധാന്യമേ കൊടുത്തിട്ടില്ലെന്ന്. ഞാൻ എന്റെ ബ്രഹ്മവിദ്യയില് പരിപൂർണമായിട്ട് മുഴുകിപ്പോയി. നിങ്ങൾ അതായത് ഞാൻ ആഗ്രഹിച്ചത് ഇത് മാത്രമാണ്. എന്റെ പുറത്ത് വന്നിട്ടുള്ള ആരോപണങ്ങൾ മുഴുവനായിട്ട് നീക്കണം. ബാക്കിയൊക്കെ അങ്ങ് നടന്നോളൂ, അതിനെക്കുറിച്ച് എനിക്ക് ഓർക്കേണ്ട കാര്യമില്ല. താങ്കളുടെ പേരിലുള്ള ആ കേസ് നിങ്ങൾ പറയുന്ന പോലെ രാവണൻ നാരായണനായിരുന്നെങ്കിൽ രാമന് പിന്നെ ഹനുമാന്റെ ആവശ്യമില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോ കണ്ടില്ലേ, ഹനുമാൻ ലങ്ക മുഴുവനും ചുട്ടെരിച്ചില്ലേ? അതിനുശേഷം രാമനും ലക്ഷ്മണനും ഹനുമാന്റെ തോളിലല്ലേ ഇരുന്നത്? പിന്നെ നോക്കിയാല് ലക്ഷ്മണൻ തന്നെ ബോധം കെട്ട് വീണില്ലേ? അതിനുശേഷം ഹനുമാൻ പോയി എവിടെയൊക്കെയോ പോയി മൃതസഞ്ജീവനി കൊണ്ടുവന്നില്ലേ? രാമനാണ് നാരായണൻ എന്ന് പറയുന്നു, പിന്നെ ഹനുമാന്റെ ആവശ്യം എന്താ അവിടെ? നാരായണന് രാമന് ശിഷ്യനല്ലേ ഹനുമാൻ, അല്ലേ? ശിഷ്യനല്ലേ? ഒരു വ്യക്തത വന്നു. മറ്റൊരു കാര്യം നിങ്ങൾ അതൊക്കെ പറയും, അത് ശരി. ഇന്നും എത്രയോ ആൾക്കാരുണ്ട് രാമനെ ദൈവമായിട്ട് പോലും കരുതാത്ത ആൾക്കാര്. ഇപ്പോഴും ആൾക്കാർ പറയുന്നുണ്ടല്ലോ, രാമൻ എവിടെയാണ്, ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരുമെന്ന്, തെളിവ് കാട്ടുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഞാൻ ആരെയാണ് തപസ്സിരുന്നത്? ചണ്ടിക്ക്. എന്റെ ചില കാര്യങ്ങളൊന്നും ചണ്ടിക്ക് പോലും താങ്ങാൻ കഴിയുന്നില്ല, കുറച്ചുപോലും സഹിക്കാൻ താങ്കൾ പറ്റുന്നില്ല. ഇക്കാര്യം പറയുക, വികലാംഗ സമൂഹത്തിന്റെ ആചാരപ്രകാരം 24 മണിക്കൂറും താങ്കൾ ഈ കാഷായ വസ്ത്രം ധരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കൾ മുടി ഇങ്ങനെ കെട്ടേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു ജീവിതം ജീവിക്കാം. ശരിയാണ്. കാര്യം എന്താണെന്ന് വെച്ചാ, ഞാനൊരു സാധാരണ ജീവിതത്തിൽ ഒരല്പം പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്റെ സാധാരണ ജീവിതം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ എഴുന്നേൽക്കും, ഞാൻ പുരുഷാലം ചെയ്യും. അതിന് പഞ്ചമകാര എന്നാണ് പറയുന്നത്. പഞ്ചതത്വങ്ങൾ കൊണ്ട് ഞാൻ ദേവനും ദേവിക്കും അഭിഷേകം നടത്തും. മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അഭിഷേകം നടത്തും, തർപ്പണം നടത്തും. അതിനുശേഷം ഞാൻ കരിപ്പെട്ടി കാപ്പി കുടിച്ച് ഒരാശ്രമത്തിലിരുന്നു കൊണ്ട് രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ ഞാനൊരു ആശ്രമത്തിലിരുന്നു കൊണ്ട് ജോലികൾ ചെയ്യും. അതിനുശേഷം 1 മണിക്ക് എഴുന്നേറ്റ് ഞാൻ ഭഗവാനുള്ള പ്രസാദം ഉണ്ടാക്കും. അതിനുശേഷം 1 മണി മുതൽ 6 മണി വരെ ഞാൻ പോയി മറ്റൊരാശ്രമത്തിലിരുന്ന് ധ്യാനം നടത്തും. അതിനുശേഷം 7 മണിക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ ഞാൻ എന്റെ വ്രതം അവസാനിപ്പിക്കും. ചിലപ്പോൾ ഞാൻ 30 ദിവസങ്ങളോളം വ്രതം. എനിക്ക് ഒരു കാര്യത്തിൽ വ്യക്തത തരണം. താങ്കളുടെ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെ, പക്ഷെ ആ കാലമൊക്കെ മാറിയിരിക്കുകയാണ്. താങ്കൾ 31 ഡിസംബർ അന്ന് ഒരു റീൽ ചെയ്തിരുന്നു. അതിൽ മംഗോളിയൻ ഫുഡ് കഴിക്കുന്നതായിട്ടാണ് താങ്കൾ പറഞ്ഞിരുന്നത്. ശരിയാണ്.
എപ്പോഴാണോ എനിക്ക് ഈ സിദ്ധന്റെ അവസ്ഥ ലഭിച്ചത്, എന്റെ കുണ്ടലിനി ശക്തി, ത്രിപുരസുന്ദരി എങ്ങനെ സഹസ്ര ചക്രത്തിൽ വന്നു നിന്നു, അപ്പോ ഞാൻ 2 സിദ്ധഗുരുവിനെ പ്രാപ്തമായി. ഞാൻ പറഞ്ഞതുപോലെ 10 ചക്രങ്ങൾക്ക് 10 ദൈവങ്ങളുണ്ടാവും. ശ്രീകൃഷ്ണൻ ഒരു ദിവസം എന്നെ ഒന്ന് പരീക്ഷിച്ചു. ഈ പരീക്ഷണം നടക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് ദർശനമേ നൽകിയില്ല. എപ്പോഴാണോ ആ പരീക്ഷണം അവസാനിക്കുന്നത്, അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ദർശനം എനിക്ക് ലഭിക്കുക. എന്റെ നിർവകൽപ്പ സമാധി ഇവിടെ വന്നു ചേർന്നതും 2 സിദ്ധപുരുഷന്മാർ സാക്ഷാത്കാരമായി എന്റെ മുന്നിൽ വന്നു നിന്നു. പിന്നെ അതുവരെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ശുദ്ധാഹാരം മാത്രമായിരുന്നു. പിന്നെ വളരെ ശുദ്ധമായിട്ടാണിരുന്നത്. പക്ഷെ ഞാൻ ഈ നിർവകൽപ്പ സിദ്ധാവസ്ഥയിൽ എത്തിയെന്ന് എനിക്ക് എങ്ങനെ അറിയാൻ കഴിയും? അതുകൊണ്ട് ഞാൻ അവർക്ക് വിശുദ്ധാഹാരം കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അവരെന്നോട് ചോദിച്ചു, മകളെ, ഞാൻ ശുദ്ധാഹാരം കഴിക്കുന്ന ആളായതുകൊണ്ട് അവരോട് ഞാനൊരു കാര്യം ചോദിച്ചു. അവര് സിദ്ധപുരുഷന്മാരാണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. അവരുടെ രൂപവും പിന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളും വെച്ചാണ് എനിക്ക് മനസ്സിലായത്. കാരണം എനിക്കും ദിവ്യദൃഷ്ടിയുണ്ട്. ഇത്രത്തോളം ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവില്ല. ഞാനൊരു സിമ്പിളായ വ്യക്തിയാണ്. ദയവായി എന്നെ പറയാൻ അനുവദിക്കുക. ഞാനത് മുഴുവൻ പറയട്ടെ, അല്ലെങ്കിൽ അത് പകുതിയായി പോവും. സർവപ്രദ സമാധിയിലാണിത് ആരംഭിക്കുന്നത്. അതിൽ 2ാമത്തെ അധ്യായം സിദ്ധിയുടേതാണ്. അപ്പോൾ ആ 2 സിദ്ധപുരുഷന്മാരും എന്നോട് പറഞ്ഞു, അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് അശുദ്ധാഹാരം വേണമെന്ന്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഈ സിദ്ധപുരുഷന്മാർ, എന്റെ ഉള്ളിൽ ഞാൻ ആന്തരിക ദൃഷ്ടിയാൽ കാണുന്ന ഈ സിദ്ധപുരുഷന്മാർ, ഇവരെന്തുകൊണ്ടാണ് എന്നോട് അശുദ്ധാഹാരം വേണമെന്ന് പറയുന്നതെന്ന്? ഇവർക്ക് എന്ത് സിദ്ധിയാണപ്പോൾ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്? അപ്പോൾ അവരുടെ തപസ് പ്രസന്നമായിട്ടില്ല. അതിനുശേഷം ഞാൻ വീണ്ടും കഠിനമായി തപസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ സിദ്ധനിലയടഞ്ഞത്. മഹാകാലും മഹാകാളിയും ഏത് സിദ്ധനിലയടയുമോ അത് ലക്ഷ്മി സ്വരൂപത്തിൽ പോയി ശുദ്ധാഹാരം മാത്രം കഴിക്കും. പിന്നെ അഘോരികളുടെ കൂടി അശുദ്ധാഹാരവും കഴിക്കും, മാംസവും. ഞാൻ ആ സിദ്ധനിലയാണ് അടഞ്ഞത്. എന്റെ സിദ്ധനിലയ്ക്ക് അശുദ്ധമാണെങ്കിലും ശുദ്ധമാണെങ്കിലും ഒരു വ്യത്യാസവും തോന്നില്ല. ചൈനീസ്, ഇറ്റാലിയൻ എന്ത് വേണമെങ്കിലും കഴിക്കാം, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചിലപ്പോൾ ചെയ്യും. എങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത തരൂ. അതാണ് സത്യം. നിങ്ങൾ സന്യാസിനിയായി മാറിയത് യഥാർത്ഥത്തിൽ താങ്കൾക്ക് ഈ മതത്തിനോടുള്ള വിശ്വാസം ഇത് പണ്ടുതൊട്ടേ ഉണ്ടായിരുന്നോ അതോ ഇപ്പോഴുണ്ടായതാണോ? ഫിലിമിലൊക്കെ ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെയൊക്കെ? രജിത് സർ, ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും ബൗൺസ് ചെയ്യാൻ പാടില്ല. താങ്കളല്ലേ പറഞ്ഞത് ബോളിവുഡിലുള്ളപ്പോ ഈ നവരാത്രി വ്രതമൊക്കെ? ഞാനിതാ പറയാൻ വരുന്നത്. എന്താന്ന് വെച്ചാല് ബോളിവുഡില് 1996 എന്റെ ഗുരു വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് ഗഗൻഗിരി മഹാരാജ്. അദ്ദേഹം വളരെ മഹാനായ ഗുരുവാണ്. പിന്നെ എന്റെ ഒരു പുസ്തകമുണ്ട് 2011 ഉണ്ടായിരുന്നത്. 12 വർഷം, അതായത് ഞാൻ 23 വർഷം ബ്രഹ്മചാരിണിയായിട്ടിരുന്ന സമയം. അതിനു മുൻപ് 2000 തൊട്ട് 2011 വരെ, അതായത് ഞാൻ ബ്രഹ്മചാരിണി വ്രതം അടഞ്ഞ് തപസ് ചെയ്തിരുന്നു. ഞാൻ താങ്കളുടെ ഒരു ഇന്റർവ്യൂ കണ്ടിരുന്നു. അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ താങ്കൾ ഫിലിമിൽ ആക്ട് ചെയ്യുമ്പോഴും നവരാത്രി വ്രതം ഇരിക്കും, ധ്യാനം ഒക്കെ ചെയ്യുമെന്ന്. അതെ 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 അതെ. അതുപോലെ അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, വൈകുന്നേരം ആയി കഴിഞ്ഞാൽ താജിലേക്ക് പോയി 2 പെഗ് അടിക്കും. അത് സത്യമാണ്. ബോളിവുഡിലെ എന്റെ ലൈഫ് എന്ന് പറഞ്ഞാല്, ഞാൻ ഷൂട്ടിങ്ങിന് വേണ്ടി എവിടെ പോയാലും എന്റെ കയ്യിൽ 3 സൂട്ട് കേസ് ഉണ്ടാവും. അതിലൊന്നെന്ന് പറഞ്ഞാൽ ഫുള്ള് തുണിയായിരിക്കും, മറ്റൊന്ന് ഭഗവാനായിരിക്കും. അതെപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഷൂട്ടിങ്ങിന് ഹോട്ടലിൽ ഏത് റൂം എനിക്ക് തന്നാലും ശരി, ടേബിളിൽ ഫുള്ള് എൻ്റെ മുഖത്തിന് മുൻപ് ഒരു കണ്ണാടി ഉണ്ടാവും. പിന്നെ ആ ടേബിളിൽ മുഴുവൻ ഭഗവാന്റെ പടങ്ങൾ വയ്ക്കും, പൂജയുടെ സാധനങ്ങൾ വയ്ക്കും. പൂജ വെച്ചതിന് ശേഷമേ ഞാൻ ഷൂട്ടിങ്ങിന് പോലും പോവുള്ളൂ. പിന്നെ ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ 9 ദിവസങ്ങളുടെ സങ്കല്പമാണ്. ഞാൻ അതിനൊരു ചടങ്ങ് ചെയ്തു. അതായത് 9 ദിവസങ്ങൾ വെറും വെള്ളം കൊണ്ട് മാത്രം പൂജ ചെയ്യണമെന്ന്. പിന്നെ 3 യജ്ഞങ്ങൾ ചെയ്യും. രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, ഇങ്ങനെ 3 യജ്ഞങ്ങൾ ചെയ്തു. പിന്നെ ഞാൻ ആ സങ്കല്പം വെച്ചിട്ട് 9 ദിവസം ഞാൻ ഈ 36 കിലോ ചന്ദനക്കട്ടി വെച്ച് ഈ 9 ദിവസം ഞാൻ പൂജ ചെയ്തു. 9 ദിവസം വെറും വെള്ളം മാത്രം കുടിച്ചാണ് ഞാൻ പൂജ ചെയ്തത്. ഈ 9 ദിവസം ഞാൻ അതേ സമയം തന്നെ ഞാൻ പറഞ്ഞതുപോലെ പല ജന്മങ്ങളുടെ കാര്യങ്ങളാണിതൊക്കെ. എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല.
അപ്പം തന്നെ ഞാൻ 1-2 മണിക്കൂറൊക്കെ ധ്യാനത്തിലായിരിക്കും. ഹോമം ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ണടച്ച് 3-4 മണിക്കൂർ ധ്യാനത്തിലായിരിക്കും. 3-4 മണിക്കൂർ ഇത്രയും മന്ത്രങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷമേ എന്റെ യജ്ഞം പോലും തീരുള്ളൂ. രാത്രിയിലുള്ള ഹോമം ഇങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ 9 ദിവസം ചെയ്തിട്ടാണ് ഞാനത് മുഴുവൻ തീർത്തത്. എന്റെ ഡിസൈനർ ഉണ്ടായിരുന്നു ബോളിവുഡിൽ. അദ്ദേഹം വന്ന് ചോദിക്കും, വാട്ട് മംത, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, നീ എന്താ ഇത്ര സീരിയസ് ആയി പോയെന്ന്. അപ്പൊ ഞാൻ പറയും, അതെ ഞാൻ കുറച്ച് സീരിയസ് ആണിപ്പോ. കം ലെറ്റ്സ് ഗോ, ഇനഫ്, 9 days, ഗോഡ് വാട്ട് ഈസ് ദിസ്, യു ഹവ് ബിക്കം ടു സീരിയസ്. അപ്പോൾ ഞാൻ താജിൽ പോയി കൂടെ. അപ്പോഴേക്കും 1-2 നവരാത്രി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സ്കോച്ച് കഴിച്ചു. ഞാനൊരു 2 പെഗ് കഴിച്ചു. ആ സമയത്ത് എൻ്റെ ഡിസൈനർ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, കവൽജിത്ത്. ഞാൻ അയാളോട് പറഞ്ഞു, കവൽ ജസ്റ്റ് വെയിറ്റ്, ഐ ജസ്റ്റ് ഗോ ടു ദ വാഷ്റൂം ആൻഡ് കം. എൻ്റെ 9 ദിവസത്തെ തപസ് എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഒന്നുമില്ല, ആഹാരം പോലും ഇല്ല, ഒന്നുമില്ല. 9 ദിവസം ധ്യാനം, യാഗം, ഈ വയറെല്ലാം പതുക്കെ എരിയാൻ തുടങ്ങി. എങ്ങനെയെന്ന് വെച്ചാൽ ഈ തീ കത്തിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ നെയ്യ് അതിലോട്ട് ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ വല്ലാണ്ട് അങ്ങ് എരിയാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ പറഞ്ഞു, ഞാൻ റെസ്റ്റ് റൂം പോയിട്ട് വരാമെന്ന്. സോ അവിടെ എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല, ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു അവിടെ ജസ്റ്റ് ഇങ്ങനെ. അപ്പം എൻ്റെ ദേഹം മുഴുവൻ ഇങ്ങനെ സബ് 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 അങ്ങനെ എല്ലാം പുറത്തു വന്നു. എന്നിട്ട് അങ്ങനെ 40 മിനിറ്റ് എടുത്തു. 40 മിനിറ്റ് ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. 40 മിനിറ്റ് ആയപ്പോഴത്തേക്കും പുറത്തങ്ങ് ഒരു ആൾക്കൂട്ടമായി. എന്റെ ഡിസൈനറും ആൾക്കാരെല്ലാം, മംത ആർ യു ഓക്കേ, വി ആർ നോക്കിംഗ്, ആർ യു ഓക്കേ? ഞാൻ പറഞ്ഞു, ഐ ആം സോറി, ഐ ഡോണ്ട് നോ വാട്ട്സ് ഹാപ്പനിങ്. സോ കൂടുതൽ വിളിച്ചാൽ വോമിറ്റ് വരും അല്ലേ? അല്ലല്ല, എനിക്ക് 2 പെഗ്ഗിൽ കൂടുതൽ കുടിച്ച് ശീലമില്ല, അങ്ങനെയില്ല. അത് അന്ന് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ ഹോമം ചെയ്യുന്ന സമയത്ത് നിറയെ ഫാസ്റ്റിങ്ങിൽ ഇരുന്നതുകൊണ്ട് ഒരു തീ നമ്മുടെ ഉള്ളിലുണ്ടാവും. വൊമിറ്റ് വരില്ല അപ്പോൾ ആ സമയത്ത്. അപ്പോ ഇതിന്റെ അർത്ഥം താങ്കളുടെ ഉള്ളിൽ ഒരു അഗ്നിജാലം ഉണ്ടായത് കാരണം, ഒരു സിദ്ധി ഉണ്ടായത് കാരണം, ഏത് കഴിച്ചാലും കുഴപ്പമില്ല, എന്ത് കുടിച്ചാലും കുഴപ്പമില്ല, താങ്കൾക്ക് ഒരു പ്രശ്നമില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അല്ല, ഇത് 96-ലാണ് നടന്നത്. 96-97 നടന്നതാ. 2 പ്രാവശ്യം നടന്നു. എന്റെ ഗുരു കണ്ടു, അദ്ദേഹം വലിയ തപസ്വിയാണ്. അദ്ദേഹത്തിന് തോന്നിയത് ഈ പെണ്ണ്, അവളുടെ ബോളിവുഡ്, അവളുടെ ഡിസൈനർ, അവരൊന്നും നമ്മളെ ഈ തപസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. മഹാ തപസ്വിയാണ് അദ്ദേഹം തന്നെ. അങ്ങനെ പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ചുറ്റും ഈശും പശും അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഒക്കെ ഉള്ള ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ എനിക്ക് ഒരു സ്ഥലം ഏർപ്പാടാക്കി തന്നു. അവിടെ 12 വർഷം ആരും, കാരണം ഞാൻ 12 വർഷം തപസ് ചെയ്തു തന്നെ ആകണം. അപ്പോഴേ നമുക്ക് ആ കുണ്ടലിനി ശക്തി ലഭിക്കുകയുള്ളൂ. അപ്പോഴേ എനിക്ക് നിർവകൽപ്പ സമാധിയിൽ ചേരാൻ കഴിയൂ. അപ്പോൾ ഞാൻ ആ 12 വർഷത്തെ ബ്രഹ്മചാരിണി വ്രതം ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴേ ആ കുണ്ടലിനി ശക്തി പരിപൂർണതയിലെത്തുള്ളൂ. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കണേ ചോദിക്കാം. മേഡത്തിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? ഹിന്ദി പടത്തിൽ ഒരു പ്രസിദ്ധമായ പാട്ടുണ്ട്, संसार से भागे फिरते हो, संसार से भागे फिरते हो, भगवान को तुम क्या पाओगे? ഈ പാട്ടിനെ കുറിച്ച് മേഡത്തിന്റെ അഭിപ്രായം എന്താണ്? ഞാനൊരു പാട്ട് പാടട്ടെ. गुरुचरणाम्बुज निर्भर भक्त संसारात चिराग भवमुक्त. गुरुचरणाम्बुज निर्भर भक्त संसारात चिराग भवमुक्त. सेन्द्रिय मानस नियमा देवो द्रक्ष्यसि निज हृदय संदेवं. द्रक्ष्यसि निज हृदय संदेवं. भज गोविन्दं, भज गोविन्दं, गोविन्दं भज मूढमदे. समप्राप्ते सन्निहिते काले, समप्राप्ते सन्निहिते काले. नहीं नहीं रक्षति दुःखिन करणे.
भज गोविन्दं भज गोविन्दं गोविन्दं भज